മറ്റു പല പല രോഗങ്ങൾ സ്വന്തമായിട്ട് തന്നെ ആരോഗ്യമുള്ളവർക്ക് പോലും ജീവിക്കാൻ പ്രയാസം അനുഭവിക്കുന്നവർ, ആരോഗ്യമുള്ളവർ അതിനേക്കാൾ മറ്റൊരു ആരുടെയും സഹായം കിട്ടാത്ത രീതിയിൽ പലപാടും മരിച്ചാൽ മതിയെന്ന് പോലും നിരാശയോടെ ഓർക്കുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, കർത്താവിൻ്റെ വെളിച്ചം, കർത്താവിൻ്റെ ശക്തി, ആവുന്നിടത്തോളം സഹായത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നവർ, അത്രയും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ദൈവാനുഭവം പ്രേക്ഷിത ചൈതന്യം ലഭിക്കുന്നവർ, അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള പ്രത്യേക കൃപ അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി നീ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആധ്യാത്മിക മേഖലകളിലെ ഞങ്ങളെപ്പോലെയുള്ള സുവിശേഷ പ്രവർത്തകരും അഭിമുഖീകരിക്കുന്ന ഒരു ആത്മീയ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഓരോ മനുഷ്യനും അവൻ്റെ ഭൗതിക വളർച്ചയുടെ വയസ്സ് അനുസരിച്ച് കൊണ്ട് വിശ്വാസ വളർച്ച വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈശോ പറഞ്ഞില്ലേ, ഒരു ദിവസം വരും, ആ ദിവസം നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്ന ഒരു ദിവസമാണത്. അതായത് ജീവിത ആവശ്യങ്ങൾക്ക് 0 റെഫറൻസ് കൊടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവസ്നേഹത്തിൻ്റെ മണിക്കൂറുകൾ ചെലവഴിച്ചുകൊണ്ട് ജീവിക്കാൻ, എന്നിട്ട് സഹനത്തെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധിക്കുവാനും സമീപിക്കുവാനും അതിജീവിക്കുവാനും അങ്ങനൊരു സാധ്യതയുണ്ട്. കാര്യം ഞാനിതൊക്കെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ തന്നെ പറയും, അച്ഛനെന്ത് മനുഷ്യന് മനസ്സിലാകാത്ത കാര്യം സംസാരിക്കണം. അങ്ങനെയല്ല. 10-20 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പേഴ്സണൽ അസസ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ ചില ഓർക്കുകയും, ഇപ്പോൾ ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ, അല്ലേ? എന്ന് വായിച്ചേ 17:3 യോഹന്നാൻ. ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഇതിൻ്റെ വിഷയം എന്നുള്ളത്, നിത്യജീവൻ എന്ന് പറയണത് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഈ അറിവ് എവിടെ വെച്ചും ആരംഭിക്കാം. ഈ അറിവ് എവിടെ വെച്ചും ആരംഭിക്കാം. അതിന് പലരും പറയുക മതമൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് ഉള്ള വിഷയങ്ങളെക്കുറിച്ചാണ് മതം കൂടെ സംസാരിക്കണമെന്ന്. അത് നോൺ സെൻസായിട്ട് മതത്തെക്കുറിച്ചും അതിൻ്റെ ജീവിത രീതികളെക്കുറിച്ചും അറിയാൻ പാടില്ലാത്തവരാണ്. ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച് ഒരു 0 നോളജ് ഉള്ളവരാണ്. ഏകസത്യമായി നീ